ഇന്ത്യ നിങ്ങൾ നശിപ്പിച്ചു, ഇനി ഞങ്ങളുടെ രാജ്യം കൂടെ നശിപ്പിക്കുമോ? ഇന്ത്യക്കാർക്കെതിരായുള്ള വലിയൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ തന്നെ ലോകത്ത് നടക്കുന്നുണ്ട്. പ്രധാനമായും UK, കാനഡ, അയർലൻഡ് ഡെസ്റ്റിനേഷൻസിലാണ് ഇത്തരത്തിലുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ ഉള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ലെറ്റ്സ് ബ്രേക്ക് ദ സൈലൻസ്. അടുത്തിടെ വന്ന 2-3 വാർത്തകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നഗരം എന്നതിന് പേര് കേട്ടതാണ് ലണ്ടൻ. ആ ലണ്ടനിലെ സ്ട്രീറ്റിലെ ട്രാഷ് ബിന്നുകളിൽ പാൻ മസാല ചവച്ച് തുപ്പിയിട്ടുള്ള ഫോട്ടോകൾ എല്ലാവരും കാണുകയുണ്ടായി. ഇതിന് പിന്നിലും ഇന്ത്യക്കാരാണ് എന്ന് തന്നെയാണ് വിമർശനം. മറ്റൊരു വാർത്ത കാനഡയിൽ നിന്നുള്ളതാണ്. അവിടുത്തെ വളരെ ഭംഗിയുള്ള ഒരു തടാകത്തിൽ 4 പേർ സോപ്പ് തേച്ച് കുളിക്കുന്ന ഒരു വീഡിയോ എല്ലാവരും കാണുകയുണ്ടായതാണ്. ഇതിന് പിന്നിലും ഇന്ത്യക്കാർ തന്നെയാണ് എന്നാണ് പറയുന്നത്. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനും അതേപോലെ വാട്ടർ ബോഡീസിന്റെ പ്രൊട്ടക്ഷനും ഒക്കെ തന്നെ വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണുന്ന ഒരു ജനതയാണ് വിദേശത്ത്. പ്രത്യേകിച്ച് UK, കാനഡ, യൂറോപ്പ് ഒക്കെ തന്നെ. അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്നത്. വലിയ ഭീമമായ ഒരു തുക തന്നെ ഫൈനുള്ള ഇത്തരം പ്രവൃത്തികൾ അത് അറിഞ്ഞിട്ട് പോലും ഇത് ചെയ്യുന്നതാണ് അതിൻ്റെ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു വാർത്തയും കാനഡയിൽ നിന്ന് തന്നെയാണ്. ഒരു ഭാര്യയും ഭർത്താവും ചേർന്ന് റോഡിന്റെ സൈഡിൽ കാർ പാർക്ക് ചെയ്തുകൊണ്ട് ട്രാഷുകൾ വലിച്ചെറിയുന്ന ഒരു ദൃശ്യമാണ്. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിന് വലിയ തുക ഫൈൻ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫൈൻ ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് ഓരോ വേസ്റ്റ് സെഗ്രിഗേഷനും വേസ്റ്റ് എവിടെ നിക്ഷേപിക്കണമെന്നും എല്ലാം തന്നെ വളരെ ഓർഡർലി പോകുന്ന ഒരു സമൂഹമാണ് പ്രത്യേകിച്ച് കാനഡ, UK പോലെ രാജ്യങ്ങൾ. ഈ സംഭവങ്ങളിലെല്ലാം തന്നെ വ്യക്തമായിട്ടുള്ള ഒരു തെളിവില്ലെങ്കിൽ തന്നെയും ഇതിന്റെ ക്ലെയിം എന്ന് പറയുന്നത് ഇന്ത്യക്കാരുടെ മേലിലാണ് എന്നത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. ഇത്തരം പ്രവർത്തികൾ ആര് ചെയ്യുന്നു എന്നതിൽ മനസ്സിലാക്കാൻ അവിടേക്ക് വരുന്ന മൈഗ്രന്റ് പോപ്പുലേഷന്റെ കണക്ക് നമുക്കൊന്ന് പരിശോധിക്കാം. ഏകദേശം 10 ലക്ഷം സ്റ്റഡി പെർമിറ്റ് മാത്രമാണ് കാനഡ കഴിഞ്ഞ വർഷം വരെ ഇഷ്യൂ ചെയ്തിരുന്നത്. ഒരു വർഷത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾ നടന്നിട്ട് പോലും അവിടുത്തെ തൊഴിൽ സാധ്യതകൾ വളരെയധികം മങ്ങുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടും ഇന്നും ഏകദേശം 5 ലക്ഷത്തോളം സ്റ്റഡി പെർമിറ്റ് കാനഡ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഇവിടെയുള്ള പ്രൈവറ്റ് സംവിധാനങ്ങളിലോ യാതൊരു ഗ്ലോബൽ റാങ്ക് ഇല്ലാത്ത കോളേജ് സംവിധാനങ്ങളിലോ എൻറോൾമെന്റ് ചെയ്യുന്ന കുട്ടികളാണ് ഇതിൽ ഭൂരിഭാഗവും. അതായത് UK-യിലോ കാനഡയിലോ എത്തിപ്പെടുന്ന ബഹുഭൂരിപക്ഷം ആളുകളും വളരെ റാങ്ക് കുറഞ്ഞ കോളേജ് സംവിധാനങ്ങളിലോ അക്രഡിറ്റേഷൻ പോലും ഇല്ലാത്ത പല യൂണിവേഴ്സിറ്റികളിലുമാണ് എൻറോൾ ചെയ്യുന്നതും അവിടേക്ക് പറക്കുന്നതും. ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ മൈഗ്രന്റ് പോപ്പുലേഷന്റെ വലിയൊരു ശതമാനവും ഇന്ത്യക്കാരാണ് എന്ന വസ്തുതയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ പഴി ഇന്ത്യക്കാരുടെ മേൽ വീഴുന്നതിന് കാരണം. സ്റ്റുഡന്റ് വിസയിലോ വർക്ക് വിസയിലോ പെർമനന്റ് റെസിഡൻസിയിലോ വിദേശത്ത് എത്തിപ്പെടുന്ന ഓരോ വ്യക്തിയും ഇന്ത്യൻ എന്ന ലേബലിൽ എന്ന ഐഡന്റിറ്റിയിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു റെസ്പോൺസിബിലിറ്റിയായി കാണുക, പെരുമാറുക, ജീവിക്കുക.